മൂന്നാറിലെ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രെക്കിംഗ് സ്പോട്ടിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്, ചൊക്രാമുടി. ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ചൊക്രാമുടിക്ക് ഏകദേശം 7200 അടി പൊക്കമുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന്. ഇത് മൂന്നാറിൽ തന്നെ വൺ ഓഫ് ദ ഹയസ്റ്റ് പീക്കാണ്. ട്രെക്കിങ്ങിൻ്റെ സമയം 5:30 തുടങ്ങുന്നതെങ്കിലും വീക്ക് ഡേ ആയത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായ മഴ കാരണം ഫോറസ്റ്റിൻ്റെ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ലോക്കാട്ടി വ്യൂ പോയിന്റിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ സൺറൈസ് കണ്ടത്. ഏഴുമണി ആയപ്പോഴത്തേക്കും ഫോറസ്റ്റിൻ്റെ സ്റ്റാഫ് വന്നു. ഞങ്ങൾ എൻട്രി ഫീ 550 രൂപ അടച്ച് ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് പയ്യെ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തു. ഒന്ന് ഡിലേ ആയതിൻ്റെ വിഷമം എല്ലാവരുടെയും മനസ്സിലുണ്ട്. എന്നാലും നല്ല കോടമഞ്ഞും തണുപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പയ്യെ കയറാൻ തുടങ്ങി. തുടക്കത്തിലുള്ള കുറ്റിക്കാട് കഴിഞ്ഞപ്പോൾ പയ്യെ പാറയും പുൽമേടും ഒക്കെ കാണാൻ തുടങ്ങി. മല കുറച്ച് കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് മൂന്നാറിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് കാണാൻ പറ്റും. പ്രത്യേകിച്ച് താഴെയുള്ള തേയിലത്തോട്ടവും പിന്നെ ക്ലൗഡ് പാച്ച് ഇങ്ങനെ മൂവ് ചെയ്യുന്നതും. ആദ്യത്തെ ഒരു ആവേശമൊക്കെ പയ്യെ കെട്ടടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും കൂടെയുള്ളവർക്കൊക്കെ ചെറുതായിട്ട് മടുക്കാൻ തുടങ്ങി. അതൊന്ന് വിശ്രമിച്ചിട്ട് വീണ്ടും നമ്മൾ മല കയറാൻ തീരുമാനിച്ചു. ഫോറസ്റ്റ് ഗാർഡുകാർ തന്നിട്ടുള്ള ഒരു കുപ്പി വെള്ളവും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും മാത്രം പോരാന്ന് ആദ്യമേ കരുതിയത് നന്നായി. അതിനനുസരിച്ച് നമ്മൾ കുറച്ച് സ്നാക്സ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ പയ്യെ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. നമ്മളങ്ങനെ നടന്ന് ചൊക്രാമുടിയുടെ ഏകദേശം ഹാഫ് വേയിലെത്തിയിട്ടുണ്ട്. ഇത് ചൊക്രാമുടിയുടെ കുരിശുമല പോയിൻ്റാണ്. ഇവിടുന്ന് അങ്ങ് ദൂരെ കാണുന്നതാണ് ചൊക്രാമുടി പീക്ക്. ഇതിൽ താഴോട്ട് ഒരു ചോലവനമുണ്ട്. ചോലവനം കടന്നിട്ട് വീണ്ടും മുന്നോട്ട് നടന്നാലാണ് ചൊക്രാമുടി പീക്കിലെത്തുക. ചോലക്കാട് കഴിഞ്ഞ് പുറത്തിറങ്ങി മേലോട്ട് വീണ്ടും കയറി തുടങ്ങി. തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നതാണ് കുരിശുമല. അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇനിയും മേലോട്ട് കയറണം.
കാണുന്നതാണ് ആക്ച്വലി ഗ്യാപ്പ് റോഡിൻ്റെ ടോൾ ബൂത്ത്. അവിടെ നിന്ന് നോക്കുമ്പോഴത്തേനും നമുക്ക് കാണാൻ പറ്റും ഈ വലിയ മല. മേലോട്ട് കയറി വരും തോറും ശരിക്കും മൂടൽമഞ്ഞിങ്ങനെ കവർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഞങ്ങളുടെ പാത്ത്. ഇപ്പോൾ താഴോട്ട് നോക്കി നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ മേലോട്ട് തന്നെ വീണ്ടും നടന്ന് കയറുക. അങ്ങനെ ഏകദേശം 2-2.5 മണിക്കൂറത്തെ ട്രക്കിങ്ങിനൊടുവിൽ നമ്മൾ ചൊക്രാമുണ്ടിയുടെ പീക്കിലെത്തിയിട്ടുണ്ട്. തിരിച്ചു വീണ്ടും കുരിശുമലയിലെത്തിയിട്ട് മേലോട്ട് നോക്കുമ്പോഴാണ് നമ്മൾ ചൊക്രാമുടിയുടെ മേലെ എത്തിയിരുന്ന സമയത്ത് എത്രത്തോളം മൂടൽമഞ്ഞാണ് കണ്ടതെന്നും അത് ഇവിടുന്ന് നോക്കുമ്പോൾ ശരിക്കും നമുക്ക് പീക്കിൻ്റെ ടോപ്പ് തന്നെ കാണാൻ പറ്റാത്ത അത്രയും മൂടൽമഞ്ഞുണ്ടെന്നൊക്കെ മനസ്സിലാകുന്നു.
ഒരുവിധം നല്ല സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമായതുകൊണ്ട് ചില ഭാഗത്ത് നമുക്ക് ശരിക്കും നടന്നിറങ്ങാൻ പറ്റില്ല. വളരെ ഇരുന്ന് വേണം നമ്മൾ ഇറങ്ങാനായിട്ട്. അത്യാവശ്യം സൂക്ഷിച്ച് മാത്രമേ നമുക്ക് ഡൗൺ ദ ഹില്ല് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് യാത്രകൾ ഇഷ്ടമാണെങ്കിൽ, ട്രെക്കിംഗ് ഇഷ്ടമാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ ചൊക്രാമുടി. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്, അത്രയ്ക്ക് ചലഞ്ചിങ് ആണ്, അത്രയ്ക്ക് സാറ്റിസ്ഫൈങ് ആണ്. ഇനി അടുത്തൊരു നല്ല യാത്രയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നെവർ ഫോർഗെറ്റ് ടു ഫൈൻഡ് ദ മിസ്സിംഗ് ട്രെയിൻ.